ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് തിരുവനന്തപുരം വഴുതക്കാട് നിയന്ത്രണം തെറ്റിയ വാഹനം നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പോലീസ് എത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നറിയാൻ എബി ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അതിനു മുമ്പ് എന്താണ് കാര്യമെന്ന് കേൾക്കാം. പോലീസ് അത് ഇടപെടുന്നുണ്ട്. എടുത്തിരിക്കുകയായിരുന്നു. വലിയ ഒരു അപകടം തന്നെയാണ്. വാഹനം തയ്യാറല്ല. അതിനുശേഷം വഴുതക്കാട് ജംഗ്ഷൻ ഡിവൈഡറിൽ നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെയും വണ്ടി ഇടിച്ച് നിന്നില്ലായിരുന്നു. വലിയ ഒരു അപകടം വീണ്ടും അതിന്റെ തുടർച്ച ഉണ്ടായേനെ എന്ന് തന്നെയാണ് നമുക്ക് വളരെ ഭീതിയോടുകൂടി തന്നെ പറയേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ ഈ വാഹനം കാർ ഓടിച്ച ആളെ പോലീസുകാർ കൊണ്ടുപോകുന്ന ദൃശ്യം, ട്രാഫിക് പോലീസ് ഉൾപ്പെടെ എത്തി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഒരാൾ വന്നു പറഞ്ഞ മദ്യപിച്ചിരുന്നത് പോലീസുകാരന് പറയാൻ പറ്റില്ലല്ലോ. കുറെ കേസിൽ ഇതുപോലെ മാന് പോയിട്ടുണ്ട് സാർ, അതുകൊണ്ട് പറയുന്നത്. അതുപോലെ മാന് പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തന കേസിൽ ഇതുപോലെ മാന് പോയിട്ടുണ്ട്, അറിയാലോ സാർ. ഒരു ബിൽസൊക്കെ ചേർന്നൊരു മാധ്യമ പ്രവർത്തന കേസ് പോലെ മാന് പോയിട്ടുണ്ട്, അറിയാലല്ലേ. ഒരു വണ്ടിക്ക് നമ്മൾ അംഗീകരിക്കാം, തെറ്റിപ്പോയി സംഭവിച്ചു, അംഗീകരിക്കാം. ഈ സാർ പറഞ്ഞു നമ്മളിപ്പോ അറസ്റ്റ് ചെയ്യണമല്ലോ. എന്താ പറ്റിയത് സാർ? ഞാൻ ഒന്നും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഇങ്ങനെ ഒരു വണ്ടി വന്ന് ഞാൻ സൈഡ് കൊടുത്തു. സൈഡ് കെട്ടിച്ച് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഒരു കല്യാണം ചെയ്തതല്ല. ഞാൻ പറഞ്ഞുതരാം. എന്ത് ടെസ്റ്റ് ചാർജ് ചെയ്തോ? ഇനി എന്ത് ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കല്യാണം നടക്കുന്നത് ഇവിടെ ഒരു ഇതിൽ വെച്ചാ, ഇവിടെ ഒരു മുസ്ലിം ഇതുണ്ട്, ഒരു എന്റെ കൂട്ടുകാരന്റെ മോളുടെ. അത് കഴിഞ്ഞ സുബ്രഹ്മണ്യ ഹാളിലാണ് ഇത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഇവിടെ വരാന്ന്. കാരണം 12-11 മണിക്കാണ് അവിടെ ചടങ്ങ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ സമയം ആയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തിരിഞ്ഞ് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ വിചാരിച്ചു അങ്ങോട്ട്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഇവിടുന്ന് വണ്ടി വരെയും ചെയ്ത് എനിക്ക് സ്പേസ് കിട്ടാതെ ഒരു വണ്ടിയല്ലേ അവിടെ ഇടിച്ച വണ്ടിയിലാണ് ചോദിക്കുന്നത്. 2 സാർ റോഡിൽ 3 വണ്ടി ഇടിച്ചു. 3 വണ്ടി ഇടിച്ചിട്ടുണ്ട്. സാധാരണ ഒരു അപകടം ഉണ്ടായിരുന്ന സ്വാഭാവികമാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. നിരവധിയായിട്ടുള്ള വണ്ടികളല്ലേ. സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ മദ്യപിച്ചിട്ട് അപ്പൊ വേറെ പറ്റിയത് നമുക്ക് ചോദിക്കാം. 3-4 വണ്ടി രാജേഷ്, നിരവധിയായിട്ടുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വലിയ. എന്തായാലും അത് അയാളെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോവുകയാണ്. ഈ പോലീസ് എത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി. അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ബാക്കിയുള്ള നിയമ നടപടികൾ എന്തായാലും ഉണ്ടാകും. അയാളെ ഇപ്പോൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിൽ ഈ ഒരു കിലോമീറ്റർ ദൂരത്തിനിടയിൽ ഏതാണ്ട് 4-ലേറെ വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽ പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പലരും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നുള്ളവർ നമ്മളോട് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സാധാരണയായി അല്ലെങ്കിൽ പതിവായി തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാറുണ്ട് എന്ന് ഡ്രൈവർമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ, 4 ബൈക്കുകൾ ഇപ്പോൾ
ഇപ്പോൾ തന്നെ ഇവിടെ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം ആ ഡിവൈഡറിൽ വണ്ടി ഇടിച്ച് കാർ ഇടിച്ച് നിർത്തുകയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെയും വണ്ടി നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ദൂരം മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് വലിയ ഒരു അപകട പരമ്പര തന്നെ ഉണ്ടായേനെ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആ നിലക്ക് വാഹനം ഉടനെ തന്നെ നിർത്തുന്ന ഒരു നിലയുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല ഇതുണ്ടായത്. ഒരു വാഹനം ഒരു ബൈക്കിനെ ഇടിച്ച് മറിച്ചിട്ടു, അതിനുശേഷം മറ്റൊരു കാറിനെ തട്ടി വീണ്ടും 2 or 3 ബൈക്കുകളെ വീണ്ടും ഇടിക്കുന്ന തീർച്ചയായിട്ടും ആർക്കും പരിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഭാഗ്യം. പക്ഷേ ഇത് ഒരു വൻ അപകടത്തിലേക്ക് വഴി മാറുമായിരുന്നു. ആ ഒരു ചുമന്ന ഷർട്ടിട്ട ഒരു യുവാവാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അത് എല്ലാം കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കാൻ കഴിയുമെങ്കിൽ കൃത്യമായി എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയും. തീർച്ചയായും പ്രതികരണങ്ങളുണ്ട്. ഇവർ ഈ അപകടങ്ങൾ ദൃശ്യങ്ങൾ കൃത്യമായ രീതിയിൽ കണ്ട ആളുകളുണ്ട്. ഇത് അപകടത്തിൽ പെട്ടത് ആദ്യം വണ്ടി ഇടിച്ച് നമുക്ക് വാഹനം ആദ്യം അപകടത്തിൽപ്പെട്ടത് ഇവരുടെ വാഹനമായിരുന്നു. അപകടത്തിൽപ്പെട്ടത് നമുക്ക് ആ ഒരു പ്രതികരണത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? സിഗ്നലിന്റെ അവിടെ വന്ന സമയത്ത് നേരെ വന്ന് വണ്ടി ഇടിച്ച് കയറ്റിയതാണ്. ആദ്യം നമ്മളെ സിഗ്നലായിരുന്നു. നമ്മൾ സിഗ്നലിൽ നിന്ന് വന്നപ്പോൾ നേരെ വണ്ടി ഇടിച്ച് കയറ്റിയതാണ്. നമ്മളെ വണ്ടിയും കൂടെ ചേർത്ത് അടുത്തുള്ള ഒരു കാറിൽ ഇടിച്ച്. അപ്പോഴത്തേക്ക് നമ്മളൊന്ന് തറയിൽ വീഴുന്നായിരുന്നു. അവിടെ നിന്നും പിന്നെ കുറെ പേര് ഇടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നേരെ വന്ന് വിടുന്ന സമയത്ത് വണ്ടി നമ്മളെ രണ്ടി ഞെരുങ്ങി. അവിടെ നേരെ വന്ന് തറയിൽ വീഴുന്ന കൈയും കാലിനെല്ലാം ഇപ്പൊ നടക്കാൻ വയ്യ, നല്ല ബുദ്ധിമുട്ടുണ്ട്. നേരെ വന്ന് ഇടിച്ച് അടുത്തുണ്ട കാറിലോ ഇടിച്ച് കയറ്റിയതാണ്. അപ്പൊ അവിടെ കാറിലിരുന്നെങ്കിൽ നേരെ വന്ന് അപ്പുറത്ത് വീഴുന്ന വേറെ എന്തെങ്കിലും വണ്ടി വന്ന് കയറേണ്ടതായിരുന്നു. ഇടിച്ചിട്ട് വണ്ടി നിർത്തിയില്ല, വണ്ടി നിർത്തിയില്ല. അവിടെ നിന്ന് ഒരു 4-5 പേര് 6-8 പേരുണ്ടെന്ന് പറയുന്നത് കേട്ടു. 8 പേരെ ഇടിച്ചിട്ടാണ് ഇവിടം വരെ വന്നത്. രാജേഷ്, ആ നിലയ്ക്ക് ഇവരെയാണ് ആദ്യമായി ആ വണ്ടി തട്ടുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ട് 8ഓളം വാഹനങ്ങളെ വണ്ടി തട്ടുന്ന സ്ഥിതി ഉണ്ടായി. ആ നിലയ്ക്കാണ് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും ഈ വാഹനം അപകടത്തിൽപ്പെടുത്തിയ ആളെ ഇപ്പൊ അല്പസമയം മുമ്പ് ഇവിടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ സ്കൂട്ടർ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന പ്രായമായ ഒരാളായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. നമ്മൾ വരുന്ന ഘട്ടത്തിൽ വഴിയിൽ വീണ് കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 5ഓളം വണ്ടികൾ ഇടിച്ചിട്ടാണ് ഈ വണ്ടി, ഏറ്റവും ലാസ്റ്റത്തെ വണ്ടിയാണ് ഈ വണ്ടി ഈ പുള്ളിനെ ഇടിച്ചിട്ടുള്ളത്. 5ഓളം വണ്ടികൾ ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ പുള്ളി വന്നിട്ടുള്ളത്. അവർക്ക് ഇടിച്ചവർക്കും നല്ല പരിക്കുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നാണ് താഴെ നിന്ന് ആ വണ്ടി ഇടിച്ചിടിച്ചാണ് ഇവര് വന്നത്. ഏറ്റവും ലാസ്റ്റത്തെ വണ്ടിയാണ്. ഇതിലാണ് ഗുരുതര പരിക്കുമായിട്ട് ഈ ആള് ഇവിടെ നിന്നത്. നല്ല ഗുരുതര പരിക്കുമായിട്ടാണ്. തലയ്ക്കും കാലിനും നല്ല ക്ഷതയേറ്റിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കാലിന്റെ നഖവും ഇത് ഇളവിയിട്ടുണ്ട്. കാലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു, തലയിൽ പൊട്ടലുണ്ട്. നല്ല ഗുരുതര പരിക്കുമായിട്ടാണ് ആ ആള് പോയിട്ടുള്ളത്. ഇവിടുത്തെ വളവിലെ ഒരു പെൺകുട്ടിക്ക് നല്ല ഒരു പരിക്കുണ്ട്. തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നല്ല ഇതിലും ആ പെൺകുട്ടിയും നല്ല വീണിട്ടാണ് പോയിരിക്കുന്നത്. അതിന്റെ താഴെയും 2-3 അടുത്ത് ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. 3-4 വണ്ടി ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ പുള്ളി വന്നിരിക്കുന്നത്. രാജേഷ്, പറഞ്ഞില്ലേ, അത് കൃത്യമായിട്ട് ഇതൊക്കെ നിങ്ങൾ സമൂഹത്തിലൂടെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ഓട്ടോയിൽ ഒരാൾ അവിടെ കൈ കാണിച്ച് നമുക്ക് ചിലപ്പോൾ യൂട്ടേൺ ഇവിടെ കാണിക്കുള്ളൂ. ഞങ്ങൾ യൂട്ടേൺ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ സമയം ഒരു 300 മീറ്റർ 400 മീറ്റർ മാറി നിൽക്കുന്ന വണ്ടിയായിരിക്കും. ഞങ്ങൾ തിരിയാൻ നിൽക്കുന്ന കാണുമ്പോഴത്തേനും വേഗത കൂട്ടി വരുന്നത്. ഞങ്ങൾക്ക് അവരുടെ വേഗതയും വണ്ടി എടുക്കുന്ന RPM എടുക്കുമ്പോഴത്തേനും നമുക്കത് കൃത്യമാണ്. നമ്മൾ ഡ്രൈവറാണ്, കൃത്യമായിട്ട് മനസ്സിലാവും അവർ വേഗത കൂട്ടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചവിട്ടി കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരാളെ കടന്നു പോകാൻ വേണ്ടി, ഒരു സീബ്ര ലൈനിൽ കടന്നു പോകാൻ വേണ്ടി കൈ കാണിച്ച് നിർത്തിയ ഞങ്ങളെ സിഗ്നലിനെ അവഗണിച്ചുകൊണ്ട് മറുസൈഡിൽ കൂടെയും ഇതുപോലെ കാറുകൾ പോകാറുണ്ട്. ഇത് റോഡിലെ അശ്രദ്ധ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണം എന്നുള്ളത് തന്നെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അവിടെയും ഈ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കിയിട്ടാണ് ആ കാറ് പോയത് എന്നുള്ളതാണ്. എന്തായാലും അയാളെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ബർത്തനൈസർ ഉൾപ്പെടെ പരിശോധനയൊക്കെ തന്നെ അതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏത് വിധേനയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഞാൻ മനഃപൂർവ്വമല്ല ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതായിരുന്നു. അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലും മാധ്യമങ്ങൾ നമ്മളോടും ഒപ്പം തന്നെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ആളുകളോടുമൊക്കെ തന്നെ പറഞ്ഞത്. ആളുകളും വലിയ രോഷത്തോടു കൂടി തന്നെ പെരുമാറി. പക്ഷേ ആളുകൾ ഒരു രീതിയിലുള്ള അതിക്രമത്തിനും ഇടപെട്ടില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പോലീസിനോട് ഏറ്റവും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ആളുകളും പെരുമാറിയത്. വലിയ രീതിയിലുള്ള ഇത്രയും വലിയൊരു അപകടം അത് സാധാരണഗതിയിൽ ഒരു വാഹനത്തെ തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും വണ്ടി നിർത്തേണ്ടതാണ്. പക്ഷേ ആ നിലയ്ക്ക്
നിലയിലേക്കുള്ള ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ എന്നുള്ള ചോദ്യത്തിനും അയാൾ മറുപടി കൃത്യമായി നൽകിയിട്ടില്ല. എന്തായാലും വലിയ രീതിയിലൊരു അപകടം ഇപ്പോൾ പോലീസിന്റെയും അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് 8ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. ഇവിടെയും അപകടം നടന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ വാഹനത്തിന്റെ ഇടിച്ച വാഹനം കാർ ഇടിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള അതിന്റെ ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് വലിയ രീതിയിൽ ഉള്ള ഒരു അപകടം തന്നെയാണ് ഈ വഴുതക്കാട് ജംഗ്ഷനിൽ അല്പസമയം മുമ്പുണ്ടായത്. എന്തായാലും നിരവധി ആളുകൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ഏറ്റവും അവസാനത്തെ അപകടത്തിൽ അത് വലിയ രീതിയിൽ തന്നെ ഒരു ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വഴികളിൽ ഈ സിഗ്നലിന്റെ ഇവിടെ മുതലാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഇവിടെ ഈ സിഗ്നലിലാണ് അപകടം. ഇവിടെ വെച്ചാണ് ഏട്ടാ അപകടം. വണ്ടി ഇടിച്ച് കയറി. ആ വണ്ടി അവിടെ നിന്നാണ് വന്നത്? അല്ല, കാർ ഇവിടുന്നാ വന്നത്. നമ്മളിവിടെ സിഗ്നലായി വണ്ടി ഇങ്ങനെ എടുത്തപ്പോ നേരെ കൊണ്ടുവന്ന് ഇടിച്ചാൽ കയറിയതാ. അത് മൊത്തത്തിൽ കൊണ്ടുവന്ന് ഇടിച്ച് കയറി. വണ്ടി നിർത്തിയില്ല. നിർത്താതെ ഇവിടുന്ന് പൂർണ്ണ വളച്ചെടുത്ത് നേരെ എടുത്ത് സൈഡായിട്ട് അവിടെ കിടന്ന വണ്ടികളെല്ലാം ഇടിച്ചുകൊണ്ടാ പോയത്. അങ്ങനെ ഇതാണ് വണ്ടി ഇടിച്ച് ലെവലാക്കി വെച്ചിരിക്കുന്നത്. രാജേഷ്, ഇവിടെ നിന്നാണ് ഈ അപകടത്തിന്റെ ഈ തുടർ അപകടത്തിന്റെ ഒരു തുടർച്ച. ഇങ്ങനെ സ്ട്രൈറ്റ് പോള വണ്ടിയാണ് തിരിഞ്ഞാ വന്നത്. ആ അർത്ഥത്തിലേ വന്നത്. ഇങ്ങനെ കയറി വന്നത്. ഒരു വലിയ അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി. ഇവിടെ നിന്ന് ഈ സിഗ്നലിൽ നിന്നുമാണ് ഇത്തരത്തിൽ അപകടം തുടങ്ങുന്നത്. അതിനുശേഷം ഇവിടെ ഈ സ്കൂട്ടറിന് ഇടിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു നമുക്ക് ഈ റോഡിൽ തന്നെ അതിന്റെ ഈ അപകടത്തിന്റെ മാർക്കുകളൊക്കെ തന്നെ കാണാൻ കഴിയും. വാഹനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ തെറിച്ച് കിടപ്പുണ്ട്. അത്തരത്തിൽ വണ്ടി തട്ടി എന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ വണ്ടി നിർത്താൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. തുടർന്ന് ആണ് ബാക്കിയുള്ള ഏതാണ്ട് 7ഓളം വാഹനങ്ങളെ തട്ടുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇയാളെ കൊണ്ടുപോയിരിക്കുകയാണ്. ബാക്കി നടപടികൾ എന്താണെന്ന് നമുക്ക് ഇനി എബി ആ വാഹനം ഇടിപ്പിച്ച ആളുടെ പ്രതികരണം നമ്മൾ തുടക്കത്തിൽ എബി കേട്ടുവല്ലോ. അദ്ദേഹം പറയുന്നത് ഒരു 2 കല്യാണത്തിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് വളച്ചെടുത്തപ്പോൾ തട്ടിയതാണെന്ന്. അപ്പോഴും ദുരൂഹത ബാക്കിയാണ്. വളരെ വിചിത്രമായ മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും പൂർണ്ണമായ അയാളോട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ പോലീസ് തുനിയുന്നില്ല. അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വിശദീകരണം ആരായാം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമല്ലോ. എന്ത് ഗുരുതരമായ ഒരു നടപടിയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 8 വണ്ടികളിൽ തട്ടുക, ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുക, ഇത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ജനങ്ങളോടോ നാട്ടുകാരോടോ അല്ലെങ്കിൽ ആ വാഹനം തകർത്ത അല്ലെങ്കിൽ വാഹന ഉടമകളോട് പോലും ഒരു കൃത്യമായ ഒരു മറുപടി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്നിട്ട് അതിലൊരു ഒരു പൊതുപ്രവർത്തകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുകയും ചെയ്യുന്നു, ഒരു മാധ്യമപ്രവർത്തകനെ വാഹനം ഇടിച്ചതിന് ശേഷം എന്താ ഈ കേസ് എന്നൊരു ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരേക്ക് നാട്ടുകാർക്കോ ആർക്കും പോലീസിനോ വിശദീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. വളരെ ചുരുക്കിയൊരു മറുപടി. തീർച്ചയായും ഇതുവരെയും അത് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാനായിട്ട് അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ വെച്ച് പലകുറി നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങളും അവിടെ കൂടി ആളുകളും ചോദിച്ചതാണ്, എന്താണ് സാധാരണഗതിയിൽ ഒരു വാഹനത്തെ തട്ടിക്കഴിഞ്ഞ് സ്വാഭാവികമായി വണ്ടി നിർത്തണമല്ലോ, പക്ഷേ അതല്ലാതെ തുടർച്ചയായി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവിടെ വന്ന് ഇടിച്ചു നിന്നില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും വീണ്ടും വാഹനം മുന്നോട്ട് പോവുകയും ഇതിനപ്പുറത്തേക്ക് അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതിനെ കുറിച്ച് അപ്പോൾ അയാൾ പറഞ്ഞത്, ഏത് പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഇങ്ങനെ കല്യാണത്തിന് പോവുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇടയിലാണ് പോലീസുകാർ വളരെ വേഗം ഇടപെട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. വളരെ വേഗം തന്നെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു. അതിൽ കണ്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഞങ്ങൾ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച ഉടമകൾ നിരവധിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിശദീകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ കേസുകൾ പലപ്പോഴും തേച്ചു മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് സാർ എന്ന് പല കുറി ആവർത്തിച്ച് പോലീസുകാരോട് സൂചിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അതിന് ഇത് ആ നിലയ്ക്ക് പോകില്ല, അത്തരത്തിൽ തേച്ചു മാച്ച് കളയില്ല എന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ തുടർ നടപടികൾ ഏത് വിധേനയാണെന്നുള്ളത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ശരി, ഇവയാണ് തത്സമയം നമ്മോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചത്.